സ്കൂൾ വിട്ടു വന്നാൽ എന്നും ഇവിടെ ബഹളമാണ്. അമ്മ പേപ്പർ സോപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കി കളയാമെന്ന് തന്നെ വിചാരിച്ചു. പല കളറിലും പല ഷേപ്പിലുമായിരിക്കണം പേപ്പർ സോപ്പ് എന്ന് ഡിമാൻഡ് അവർ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കളർ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു കവർ വെച്ച് ചെയ്യുകയാണെങ്കിൽ താഴെ പിടിക്കുമെന്ന പേടിയും വേണ്ട, ഉണക്കിയെടുക്കാനും എളുപ്പമാണ്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷാണ്. അത് ഇതുപോലെ എല്ലാ പേപ്പറിലേക്കും നന്നായി ഒഴിക്കുക. ശേഷം ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. ഷാമ്പു ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചും A4 വെച്ചും അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പേജ് വെച്ചും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പേപ്പറൊക്കെ നന്നായി ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ ആവശ്യാനുസൃതം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പ്, ഹാർട്ട് ഷേപ്പ്, ട്രയാങ്കിൾ അങ്ങനെയൊക്കെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി മറ്റൊരു ട്രിക്ക് വെച്ച് പേപ്പർ സോപ്പ് നമുക്ക് ചെയ്തെടുക്കാം. അതിന് ഹാൻഡ് വാഷിൻ്റെയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കൻ്റെയോ ആവശ്യമില്ല. അതിന് നമുക്ക് സോപ്പ് മതി. എല്ലാവരുടെയും വീട്ടിൽ സോപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഇതുപോലെ പേപ്പറിൽ സോപ്പ് നന്നായി സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും എത്തണം. ഞാനിവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കളർ പേപ്പർ എടുക്കാം. ടിഷ്യൂ പേപ്പർ വേഗം കീറിപ്പോകും. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ A4 ഷീറ്റോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേജോ എടുത്താൽ മതി. സോപ്പ് ആയതുകൊണ്ട് തന്നെ രണ്ട് പുറവും നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്തു വെച്ച പേപ്പറിൻ്റെ മുകളിൽ തിരിച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് വേറെ എവിടെയും പറ്റിപ്പിടിക്കുകയില്ല, നമ്മൾ ചെയ്തു വെച്ചത് പോവുകയില്ല. ഇങ്ങനെ എല്ലാ പേപ്പറും നമുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് ചെയ്തു വയ്ക്കാം. ഇനി അവസാനത്തെ ഒരു ഭാഗം ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ എവിടെയും പറ്റി പിടിക്കത്തുമില്ല, നമ്മൾ ആദ്യം ചെയ്തത് പോവുകയുമില്ല. അപ്പോൾ നമുക്ക് നന്നായി ചെയ്തെടുക്കാനും കഴിയും. ഇപ്പോൾ പേപ്പറിൻ്റെ ഇരുവശങ്ങളിലും സോപ്പ് നന്നായി ഉരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലത് മുറിച്ചെടുക്കാം. അങ്ങനെ സോപ്പ് ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ സോപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ സോപ്പ് ഇട്ട് വെക്കാനുള്ളത് ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് ഗ്ലാസ് ഷീറ്റും കുപ്പിയുടെ അടപ്പുമാണ്. അതിന് ഇതുപോലെ ഗ്ലാസ് ഷീറ്റ് ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ഇനി അതിൻ്റെ ഇരുവശങ്ങളും സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. ഇനി അത് ഒന്നുകൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടാപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇരുവശങ്ങളും ബോട്ടിൽ ക്യാപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കാം. അതിലൊരു വശം പശ തേച്ച് ഒട്ടിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പേപ്പർ സോപ്പ് ഇതിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇത് കുറുമ്പിക്കൂട്ടത്തിന് കൊടുക്കാം. അവർ പരീക്ഷിച്ച് നോക്കട്ടെ. അപ്പൊ മക്കളെ, സോപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി.